പല സമയങ്ങളിലായിട്ടാണ് പൊങ്കാല അർപ്പണത്തിന് സ്ത്രീകൾ എത്തുന്നത്. പക്ഷെ നിവേദ്യം കഴിയുമ്പോൾ എല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള ട്രാഫിക്കിൻ്റെ കൺട്രോളൊക്കെ KSRTC അവരൊക്കെ വളരെ കൃത്യമായിട്ട് വളരെ കാലമായിട്ട് അത് വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ കോർപ്പറേഷൻ ക്ലീനിങ് ഒരുക്കങ്ങൾ എല്ലാം ഏകദേശം പൂർത്തിയായി. അതായത് ഇപ്പോൾ പൊങ്കാല ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യമായാലും പിന്നെ സ്ത്രീകൾ വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യം, ഇപ്പോൾ കുളിക്കുന്നതിനൊക്കെ വാട്ടർ അതോറിറ്റിയുടെ കൂടുതൽ ടാപ്പുകളും മറ്റും മറച്ചു കെട്ടി സൗകര്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റീസ് അതും ഒരു മാക്സിമം ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ ഒരുപാട് പേരാണ് വരുന്നത്. അപ്പം കഴിയുന്നത്ര ഓരോ വർഷവും കൂടുതലാണ് അതിൻ്റെ സൗകര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ 2 കല്യാണ മണ്ഡപങ്ങളിലായിട്ട് അന്നദാനം നടക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വന്നാലും ഉച്ചയ്ക്ക് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ബാക്കി പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് നിവേദ്യത്തിന് വേണ്ടിയിട്ടുള്ള പോറ്റിമാർ 300-ൽ കൂടുതൽ പോറ്റിമാരെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് പുഷ്പവൃഷ്ടിക്ക് ആദ്യം തടസ്സം ഉണ്ടായിരുന്നു. അതായത് റൺവേയിൽ വർക്ക് നടക്കുന്നുണ്ട്, മെയിൻ്റനൻസ് നടക്കുന്നുണ്ട്. ഇതിൻ്റെ പുഷ്പവൃഷ്ടിയുടെ ശരിയായിട്ടുണ്ട്. എല്ലാ വർഷത്തെ പോലെ തന്നെ പ്രാവശ്യം പുഷ്പവൃഷ്ടിയും ഉണ്ടാവും. രാവിലെ 10:15-നാണ് പൊങ്കാല അടുപ്പിൽ തീ കത്തിക്കുന്നത്. ഉച്ചയ്ക്ക് 1:15-ന് നിവേദ്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ ദേവിയുടെ പുറത്തെഴുന്നള്ളിപ്പ്, അതിന് വേണ്ടിയിട്ട് ആനയുടെ എല്ലാ സാങ്ഷനും കിട്ടിയിട്ടുണ്ട്. കുത്തിയോട്ട കുട്ടികൾ 592 അവർ 7:45-നാണ് 7:45-നാണ് ചൂരൽ കുത്തുന്നത്. എത്രയും പെട്ടെന്ന് കുട്ടികളെയും ശാസ്താ ക്ഷേത്രത്തിൽ എത്തിച്ചിട്ട് ദേവി എഴുന്നള്ളത്തും നേരത്തെ തുടങ്ങാനുള്ള പരിപാടിയാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ ആനയുടെ ഇതിലൊക്കെ നിയന്ത്രണവും നിയമങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അതിന് ആ രീതിയിൽ തന്നെ അനുസരിച്ച് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. അവിടെ ശാസ്താ ക്ഷേത്രത്തിൽ നിന്ന് രാവിലെ തന്നെ, അതായത് വെളുപ്പിനെ തന്നെ അവിടുത്തെ പൂജ കഴിഞ്ഞോടെ എത്രയും പെട്ടെന്ന് തിരിച്ച് അമ്പലത്തിലെത്താനുള്ള തയ്യാറെടുപ്പിലാണ്. എന്തായാലും ഇപ്രാവശ്യത്തെ പൊങ്കാല എല്ലാവരുടെയും സഹകരണം, അതായത് സർക്കാരിൻ്റെ ആയാലും സന്നദ്ധ സംഘടനകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, പിന്നെ ഞങ്ങളുടെ നാട്ടുകാരും ട്രസ്റ്റിലെ എല്ലാവരും ഒന്നിച്ച് ഉള്ള സഹകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്രാവശ്യത്തെ പൊങ്കാലയും കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഭംഗിയായി, കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും പൊങ്കാല അർപ്പണത്തിന് സ്ത്രീജനങ്ങളുടെ തിരക്ക് കൂടുതലായിരിക്കും. ഇപ്പോൾ തന്നെ ഭക്തജന തിരക്ക് കൂടുതലാണ്. അപ്പോൾ എല്ലാം പഴയതിനേക്കാളും നല്ല രീതിയിൽ നടക്കും എന്നുള്ള അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ. അതുപോലെ തന്നെ സ്ത്രീകളുടെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ കാണുന്നൊരു ക്ഷേത്രം, ഉത്സവം അങ്ങനെയൊക്കെയാണ് പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പം ഫയർ ആൻഡ് റെസ്ക്യൂവിൽ സ്ത്രീകളുടെ ഫസ്റ്റ് ബറ്റാലിയൻ ആളുകൾ കൂടെ എത്തുന്നത്. ആ ഒരു ലക്ഷ്യത്തിലാണ് ഇപ്പോൾ എല്ലാ മേഖലയിലും ഇപ്പോൾ ഇവിടെ തന്നെ വനിതാ പോലീസിൻ്റെ എണ്ണം കൂടുതലാണ്. ഫയർ ആൻഡ് റെസ്ക്യൂവിൽ ഉണ്ട്, അതുപോലെ എക്സൈസിലും ലേഡീസ് ഉണ്ട് ഇപ്പം. അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള താമസ സൗകര്യം ലേഡീസിനുള്ളത് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അവലോകനങ്ങളിലൊക്കെ പറഞ്ഞാണ് അവർക്ക് താമസത്തിന് സൗകര്യം കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ അത് കൂടുതൽ സ്ത്രീകളുടെ ഇൻവോൾവ്മെൻ്റ് എന്ന് പറയുന്നത് നല്ലതാണ്. കാരണം അവർക്ക് അത് ഈ സ്ത്രീജനങ്ങളാണ് കൂടുതൽ വരുന്നത്. അപ്പം ഈ അവരെ ക്രമീകരിക്കുന്നതിലൊക്കെ പുരുഷന്മാരെക്കാളും സ്ത്രീകൾക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യമുണ്ട് ഇപ്പോഴത്തെ രീതി വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അത് നോക്കുമ്പോൾ നല്ലതാണ്. പല സമയങ്ങളിലായിട്ടാണ് പൊങ്കാല അർപ്പണത്തിന് സ്ത്രീകൾ എത്തുന്നത്. പക്ഷെ നിവേദ്യം കഴിയുമ്പോൾ എല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള ട്രാഫിക്കിൻ്റെ കൺട്രോളൊക്കെ KSRTC അവരൊക്കെ വളരെ കൃത്യമായിട്ട് വളരെ കാലമായിട്ട് അത് വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ കോർപ്പറേഷൻ ക്ലീനിങ്, പിന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അത് ഉത്സവകാലം തുടക്കം മുതലേ അവരുടെ സാന്നിധ്യം വളരെ പ്രയോജനകരമാണ്. ഇപ്പോൾ എല്ലാ വകുപ്പുകളും, ഇപ്പം വാട്ടർ അതോറിറ്റി ആയാലും KSEB ആയാലും എല്ലാ അതോറിറ്റിയും അവരുടേതായിട്ടുള്ള
എല്ലാ കാര്യവും ഈ ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള അവർ ചെയ്യേണ്ട എല്ലാ കാര്യവും കൃത്യമായിട്ടും ചെയ്യുന്നതിൻ്റെയും കൂടെ ഒരു ഇതാണ് ഉത്സവത്തിൻ്റെ വിജയത്തിൻ്റെ ഒരു പാർട്ട്.